Next problem, problem 4. Solve y double dash plus 2y dash plus 5y is equal to e power minus t into sin t, y of 0 is equal to 0 and y dash of 0 is equal to 1 എന്ന് പറയുന്നത് നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുക ബോത്ത് സൈഡ്സിലും അതൊക്കെ സെയിം തന്നെയാണ്. ഇനി ഈ ഒരു സൈഡിലുള്ള എൽ ഓഫ് ഇ പവർ മൈനസ് ടി ഇൻറ്റു സൈൻ ടി അതെങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നാണ് പറയുന്നത്. അവിടെയാണ് ആകെ കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. സോ നമുക്കറിയുന്നൊരു റിസൾട്ട്, അതായത് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി, ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയാണ് എൽ ഓഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആണെങ്കിൽ നമുക്ക് എന്താണെന്ന് അറിയാം, എൽ ഓഫ് ഇ പവർ എ ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് പറയുന്നതിനെ നമുക്ക് എന്താക്കിയിട്ട് എഴുതാൻ പറ്റും, ക്യാപിറ്റൽ ലെറ്റർ എഫ് ഓഫ് എസ് മൈനസ് എ എന്ന് പറയുന്ന ഫോമിൽ നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കാം, എൽ ഓഫ് ഇ പവർ മൈനസ് ടി ഇൻറ്റു സൈൻ ടി എന്ന് പറയുന്ന ഫോമിലാണ് അല്ലേ. ഇവിടുത്തെ എ എന്ന് പറയും, ഇത് എൽ ഓഫ് ഇ പവർ എ ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഫോമിലാണ്. എ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു -1 ആണ്. എഫ് ഓഫ് ടി എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, സൈൻ ടി ആണ്. ഓക്കെ, പിന്നെ ഇതേ ഈസ് ഈക്വൽ ടു നമുക്ക് ഡെഫിനിഷൻ പ്രകാരം നമുക്ക് എന്താണ്, എഫ് ഓഫ് എസ് മൈനസ് എ എന്ന് പറയുന്നതാണ്. ഇപ്പം എസ് മൈനസ് എ എന്ന് പറയുമ്പോൾ ഇവിടെ എസ് -1 എന്ന് വരും. ഇറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എസ് പ്ലസ് 1 എന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പം നമുക്ക് ഇതേ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എസ് പ്ലസ് 1 ആണെന്ന് എഴുതി. പിന്നെ നമുക്ക് എഫ് ഓഫ് എസ് കണ്ടുപിടിക്കണം അല്ലേ. ഇപ്പോൾ എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു, എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു എൽ ഓഫ് എന്താണ്, എഫ് ഓഫ് ടി, എൽ ഓഫ് എഫ് ഓഫ് ടി എന്നായിരുന്നു. ഇവിടുത്തെ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിരുന്നു, എൽ ഓഫ് സൈൻ ടി എന്നായിരുന്നു അല്ലേ. എൽ ഓഫ് സൈൻ ടി എന്ന് പറയുമ്പോൾ ഓക്കെ, എൽ ഓഫ് സൈൻ ടി എന്ന് പറയുന്നത്, എൽ ഓഫ് സൈൻ ടീൻ്റെ ഡെഫിനീഷൻ നമ്മൾ എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നത്, സൈൻ ടീൻ്റെ ഡെഫിനീഷൻ സൈൻ ടി അല്ല, സൈൻ എ ടീൻ്റെ ഡെഫിനീഷൻ എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടുത്തെ എ എന്തായിരുന്നു, 1 ആയിരുന്നു. സോ 1 ആയതുകൊണ്ട് ആ ഇക്വേഷൻ എന്തായിരിക്കും വരും, 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 1 ആയിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 1 എന്ന് കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എഫ് ഓഫ് എസ് പ്ലസ് എ ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുക, ഈ എസ്സിന് പകരം, അതായത് ഈ ഒരു ഇക്വേഷനിൽ എസ്സിന് പകരം എസ് പ്ലസ് 1 റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, എൽ ഓഫ് ഇ പവർ മൈനസ് ടി ഇൻറ്റു സൈൻ ടി എന്ന് പറയുന്നത് കിട്ടും. സോ അതായിരുന്നു നമുക്കിവിടെ ഉള്ളത് എന്ത് പറയുന്നത്, 1 ബൈ എസ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്നത്. ഇനി നമ്മളിതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, എസ് സ്ക്വയർ പ്ലസ്, സോ അതെന്ത് വരും, എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 1 പ്ലസ് 1 എന്ന് വരും. സോ ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് 2, അതാണ് ഇവിടെ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 എന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ബാക്കിയൊക്കെ അങ്ങനെ തന്നെ. ഇവിടെ എൽ ഓഫ് വൈ ഡബിൾ ഡാഷിൻ്റെ ഡെഫിനീഷൻ കൊടുക്കുക, എൽ ഓഫ് വൈ ഡാഷിൻ്റെ ഡെഫിനീഷൻ കൊടുക്കുക, എന്നിട്ട് അതിൽ വൈ ഓഫ് 0ക്കും അതുമാതിരി തന്നെ വൈ ഡാഷ് ഓഫ് 0ക്കും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എൽ ഓഫ് വൈൻ്റെ ടേംസ് മാത്രം എഴുതിയെടുക്കുക. ഇപ്പോൾ എൽ ഓഫ് വൈൻ്റെ ടേംസ് ഏതൊക്കെയാണ് ഇവിടെ ഉള്ളത്, ഇപ്പം ഞാൻ അണ്ടർലൈൻ ചെയ്തതാണ്. സോ ഇവിടുത്തെ കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എസ് സ്ക്വയർ, ഇവിടുത്തെ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് പ്ലസ് 2s, ഇവിടുത്തെ കോയിഫിഷ്യൻ്റ് 5. സോ അതായിരുന്നു എസ് സ്ക്വയർ പ്ലസ് 2s5 ഇൻറ്റു എൽ ഓഫ് വൈ എന്ന് പറഞ്ഞ്. ബാക്കി ഇവിടെ റിമൈനിങ് ആയിട്ടുള്ള ടേം ഏത് മാത്രമേ ഉള്ളൂ, -1 ആയിരുന്നു. -1നെ ഞാൻ ആർ എച്ച് എസിലോട്ട് കൊണ്ടുപോകുമ്പോൾ അതെന്തായിട്ട് മാറും, +1 എന്ന് പറയുന്ന ഫോമിലായി. സോ നമുക്ക് എന്ത് കിട്ടി, എൽ ഓഫ് വൈ ഇസ് ഈക്വൽ ടു 1 പ്ലസ് ദിസ് ടേം എന്ന് കിട്ടി. ഇനി നമുക്ക് എൽ ഓഫ് വൈനെ ഇവിടെ നിർത്തിയിട്ട് ഈ ഒരു ടേമിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എൽ ഓഫ് വൈ ഇസ് ഈക്വൽ ടു, അതായത് 1 ഡിവൈഡഡ് ബൈ ദിസ് ടേം പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 5 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 എന്നുണ്ടായിരുന്നു. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അത് നിങ്ങൾ ചെയ്ത് നോക്കണം. ഇതിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്, മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അതായത് ഇതേ ഈസ് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്താൽ എ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 5 എന്ന് പ്ലസ് നമ്മൾ ബി ഡിവൈഡഡ് ബൈ ഇതെന്ത് ചെയ്യാം, എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 എന്ന് എഴുതാം. എന്നിട്ട് ഇതിൽ നിന്ന് സോൾവ് ചെയ്ത് ഇതേ ഈസ് ഈക്വൽ ടു ഇതാണ്. എന്നിട്ട് ഇതിൽ നിന്ന് എൻ്റെയും ബിൻ്റെയും വാല്യൂസ് നമ്മൾ സോൾവ് ചെയ്തെടുക്കുക. അങ്ങനെ കിട്ടുമ്പോൾ എൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1a ഈസ് ഈക്വൽ ടു 1/3യും
ബി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു -1/3 എന്ന് പറയുന്ന രണ്ട് വാല്യൂസ് കിട്ടും. സോ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 1/3 കോമൺ ആയതുകൊണ്ട് 1/3നെ പുറത്തേക്ക് എടുക്കുക, എന്നിട്ട് അറേഞ്ച് ചെയ്ത് എഴുതുക. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ടേമിനെ എങ്ങനെയാണ് മാറ്റി എഴുതുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ടേമിനെ, അതായത് s² + 2s + 5നെ ഞാൻ 5നെ +4, ഇത് എസ് ആണ്, +4 +1 എന്ന് എഴുതാം. അങ്ങനെ വരുമ്പോൾ ഇത് എന്തായിട്ട് മാറി? ഈ ഒരു ഇത്രയും ടേം എന്ന് പറയുന്നത് s+2 2 +1 എന്ന് വരും. സോ ഈ ഒരു ടേം എന്ന് പറയുന്നത് s+2 2 +1 എന്നായി. അതേമാതിരി ഈ ഒരു ടേം എന്ന് പറയുന്നതും നമുക്ക് എന്ത് വരും? s+2 2 +1 എന്ന് വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ടേമിനെ അറേഞ്ച് ചെയ്യുകയാണ്. അതിന് s² + 2s + 1 + 1 എന്ന് എഴുതാം. സോ ഇത് ഈസ് ഈക്വൽ ടു ദിസ് ടേം എന്ന് പറയുന്നത് s+1 2 +1 എന്നായിരുന്നു. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു ടേമിന് 1/3 ഇൻറ്റു ദിസ് ടേം എന്ന് പറയുന്നതിനെയാണ് 1/3 ഇവിടെ എഴുതിയിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് നമുക്കുള്ളത് ഇവിടെ ഒരു എന്തുണ്ട്? 1/s+2 2 നമ്മളിവിടെ രണ്ടും s+1 2 എന്ന് പറയുന്ന ഫോമിലോട്ടാണ് കൺവേർട്ട് ചെയ്യണത്. സോ ഞാൻ ഈ പറഞ്ഞതിനൊന്ന് മാറ്റി പറയുകയാണ്. ഇതിനെ നമ്മളിങ്ങനെ തന്നെ അറേഞ്ച് ചെയ്യണേ s² + 2s + 1 + 4 എന്ന് പറയുന്ന ഫോമിൽ എഴുതാം. സോ നമുക്കതിനെ s+1 2 + 4 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു രണ്ട് ടേമിനെയും നമ്മൾ അങ്ങനെയാണ് എഴുതുന്നത്. s+1 2 + 4 എന്ന് പറയുന്ന ഫോമിലാണ് നമ്മൾ എഴുതുന്നത്. ഇനി ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ ഈ ഒരു ടേം എന്ന് പറയുന്നത് 1/s+2 2 പിന്നെയും തെറ്റിപ്പോകുന്നു. 1/s+1 2 + 4 എന്നും, പിന്നെ ഇവിടെ -1/3 ഇൻറ്റു ദിസ് ടേമിന് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വരും? -1/3 ഇൻറ്റു 1/s+1 2 + 4 എന്ന് നമുക്കുണ്ടാകും. ഓക്കെ, ഇപ്പോൾ രണ്ടിലും 1/s+1 2 + 4 കോമൺ ആണ്. അപ്പോൾ ബാക്കിയുള്ള ടേം എന്ന് പറയുന്നത് 1 - 1/3 ഇൻറ്റു ആ ടേം എന്ന് പറയുന്നതാണ്. 1 - 1/3 എന്ന് പറയുന്നത് നമുക്ക് എന്ത് വരും? 2/3 ഇൻറ്റു ഈ ഒരു ടേം എന്ന് വരും. ഓക്കെ, അപ്പോൾ രണ്ട് ടേമിൽ നമുക്കൊരു 1/3 കോമൺ ആണ്. സോ 1/3നെ നമ്മൾ പുറത്തേക്ക് എടുത്തു. ദെൻ ബാക്കിയുള്ളത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എഴുതി 1/s+1 2 + 1 എന്നും +2/s+1 2 + 4. ഓക്കെ, ഇവിടെ കൺഫ്യൂഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല. ഞാനിതിനെ നേരത്തെ ഫസ്റ്റ് എഴുതിയ മാതിരി അല്ല എഴുതേണ്ടത്. s+1 2 എന്ന് പറയുന്ന ഫോമിലോട്ടാക്കി എഴുതാം. നമുക്ക് എല്ലാത്തിൻ്റെയും അത് അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ എന്ത് കിട്ടി? L(y) എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ദിസ് എന്ന് കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് y(t) ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാൻ പറ്റും? L−1 ദിസ് എന്ന് പറയുന്ന ഫോമിൽ വരും. 1/3 കോമൺ ആണ്. സോ 1/3നെ പുറത്തേക്ക് എടുത്തു, എന്നിട്ട് L−1 ദിസ് ടേം എന്ന് എഴുതി ലീനിയാരിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. സോ 1/3 ഇൻറ്റു L−1 ദിസ് ടേം പ്ലസ് 1/3 ഇൻറ്റു L−1 ദിസ് ടേം എന്ന് പറയുന്ന ഫോമിൽ വന്നു. ഇവിടെ നമ്മുടെ ഇതിൻ്റെ ഉള്ളിലുള്ളത് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ f(s - a) എന്ന് പറയുന്ന ഫോമിലാണ്. ഇവിടുത്തെ a എന്ന് പറയുന്നത് എന്താണ്? -1. കാരണം s - -1 ആണല്ലോ, അപ്പോൾ -1 ആണ്. കാരണം ഇവിടെ s+1 ഓൾസ്ക്വയറിന് s - -1. അപ്പോൾ a is equal to -1. സോ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ ഇത് എന്ത് വരും? അതായത് e⁻at ഇൻറ്റു L(f(s) എന്ന് പറയുന്ന ഫോമിലാണ് വരിക. സോ ഇവിടുത്തെ e⁻at എന്ന് പറയുന്നത് e⁻−t ഇൻറ്റു L(f(s) എന്ന് വരും. അത് is equal to e⁻−t ഇൻറ്റു ഇതിൽ ഈ ഒരു ടേമിൽ s+1ന് പകരം s റീപ്ലേസ് ചെയ്ത് എഴുതാം. സോ നമുക്ക് എന്ത് വരും? L(1/s² + 1) എന്ന് പറയുന്ന ഫോമിൽ നമുക്കത് വന്നു. ഇനി നമുക്കറിയുന്ന കാര്യമാണ് L(a² + 1) ആ ഫോം എന്ന് പറയുന്നത് നമുക്കിങ്ങനെയും L(a²
എൽ ഇൻവേഴ്സ് ഓഫ് 1/s² + 1 എന്ന് പറയുന്നത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് sin 80 ആണ്. സിമിലർലി ഇതിലും അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിവിടെ എ എന്ന് പറയുന്നത് -1ഉം പിന്നെ ഇവിടെ അത് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് എഴുതുമ്പോഴുള്ള എ ആണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് എന്താ പറയുക a/s² + a² എന്ന് പറയുന്ന ഫോമിലായിരിക്കും. അപ്പോൾ അവിടുത്തെ എ എന്ന് പറയുന്നത് 2 ആയിരിക്കും. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് sin 2t എന്ന് വരും. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും അല്ലേ? ഇതൊന്നും കൂടി പറഞ്ഞുതരാം. എൽ ഇൻവേഴ്സ് ഓഫ് ദിസ് ടേം എന്ന് പറയുന്നതായിരുന്നു. അപ്പോൾ ഇവിടെ s+a എന്ന് പറയുന്ന ഫോമിലുള്ളത് s+1 ആണ്. അപ്പോൾ എ എന്ന് പറയുന്നത് -1. സോ നമുക്ക് e⁻−t × f(s) എന്ന് എഴുതാൻ പറ്റും. ഇപ്പോൾ ഇവിടുത്തെ e⁻−t × f(s) എന്ന് പറയുന്നത് എൽ ഇൻവേഴ്സ് ഓഫ് f(s). അപ്പോൾ എൽ ഇൻവേഴ്സ് ഓഫ് f(s) എന്ന് പറയുന്നത് 2/s² + 2² എന്ന് വരും അല്ലേ? അപ്പോൾ ഇവിടുത്തെ എ എന്ന് പറയുന്നത് 2 ആണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് sin 2t എന്ന് കിട്ടും. ഓക്കെ, അത്രയാണ് ഉണ്ടായിരുന്നത് ഈ പ്രോബ്ലം. സോ ഈ പ്രോബ്ലത്തിൻ്റെ ഫൈനൽ ആൻസർ 1/3 × e⁻−t × sin t + sin 2t എന്ന് വരും. ഓക്കെ.